നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് കൃത്യമായ സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറന്നിരിക്കുന്നു. 5 ലക്ഷം പുതിയ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വിദ്യ അഭ്യസിക്കാനും പുതിയതായി ചേർന്നിരിക്കുന്നു. പുതിയ പാഠ്യപദ്ധതികൾ, അതുപോലെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല. 9ാം ക്ലാസ് വരെ ഓൾ പാസ് എന്നുള്ളതിന് പോലും കടിഞ്ഞാൻ വരികയാണ്. പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാൻ പോകും. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്, കേന്ദ്ര വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നേരിടുന്ന പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും അക്കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതൃത്വങ്ങൾ എത്രമാത്രം ഏതൊക്കെ നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് എന്നതും ഉൾപ്പെടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാവി ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കാരണം ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആകെ വളരെ ചുരുങ്ങിയ ശതമാനം യുവാക്കളെ തയ്യാറായിട്ടുണ്ട്. വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ട്രെൻഡ് കൂടി യുവാക്കൾക്കിടയിൽ കാണുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയത്തോടുള്ള അവരുടെ താല്പര്യം കുറയുന്നു. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാവി വരെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വളർന്നു വരുന്ന നേതാക്കളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനവും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ, ഇത്തരം ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥി നേതാക്കൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് അവരുടെ ചിന്തകൾ, ഈ അധ്യയന വർഷം അവർ കാണുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. SFIയുടെ ജില്ലാ സെക്രട്ടറി PS സജീവ് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ABVPയുടെ നേതാവ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം അദീതി V, 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോഴത്തെ ഈ SFI സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണെങ്കിലും ഇടതുപക്ഷ മനോഭാവമുള്ള ഒരു സംഘടനയാണ്. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ സഞ്ജീവിൽ നിന്ന് തുടങ്ങാം. സഞ്ജീവ്, ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ചുള്ള സഞ്ജീവിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? 19 സീറ്റ്, കേരളം മൊത്തം 18 സീറ്റ് LDF കൊണ്ടുപോയി, UDF കൊണ്ടുപോയി, 1 സീറ്റ് NDA അക്കൗണ്ട് തുറന്നു, ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരവലോകനം ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലക്ക് താങ്കളുടെ നിരീക്ഷണം അവിടെ തുടങ്ങാം അല്ലേ? കേരളത്തിലെ ഇന്ന് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് LDFന്റെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലക്ക് എന്തുകൊണ്ട് തിരിച്ചടി പ്രാഥമിക നിരീക്ഷണം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾ പ്രാഥമിക നിരീക്ഷണത്തിനേക്കാൾ അപ്പുറം രാജ്യത്ത് ഞങ്ങൾ ഉൾപ്പെടുന്ന ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. വലിയ മാറ്റം രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വളരെ ആകാംക്ഷയോടുകൂടി, അത്യധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. കേരളത്തിൽ തീർച്ചയായും പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ തീർച്ചയായും ഞങ്ങൾ അതിനെ നല്ല നിലയിൽ തന്നെ ഉൾക്കൊള്ളും. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ ഒരു രാഷ്ട്രീയ പരിപാടി, പ്രോഗ്രാം, അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, അതിന്റെ വിശാലമായിട്ടുള്ള ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ അത് ഏറ്റെടുത്തു. ഉത്തർപ്രദേശ് തീർച്ചയായും അതിന്റെ ഉദാഹരണമാണല്ലോ ഫൈസാബാദിലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ തീർച്ചയായും കേരളത്തിൽ ആ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കും. അത് തീർച്ചയായും വലിയ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിധി കാണുന്ന സമയത്ത്. ഇത് കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയായിട്ട് തന്നെ നമുക്ക് ഈ വിധിയെ കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ആരെയും ഭയക്കാതെ എല്ലാ ആളുകളെയും ഇല്ലായ്മ ചെയ്യുക, എതിർ ശബ്ദങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ ഒരു ഭരണാധികാരി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു ഫൈറ്റിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ, ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇനി പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്കോ BJPക്കോ
അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായും. എന്താണ് കേരളത്തിലെ ഈ ഇടതു മുന്നണിയുടെ പരാജയത്തെ താങ്കളുടെ നിരീക്ഷണം? ഇടതുമുന്നണി ഒന്ന് കേരളത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, കേരളത്തിനകത്തുള്ള ഭരണാധികാരി പിണറായി വിജയനെതിരെയുള്ള അതിശക്തമായ ഒരു എതിർപ്പ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതൊരു വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു പൊതു പ്രതികരണമുണ്ട്. അതും കൂടിയാണ് ഇവിടെ നേടിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു എന്ന രീതിയിൽ സഞ്ജീവ് അടക്കം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ BJP-യേക്കാൾ കൂടുതൽ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണിവർ. ഇപ്പോ ദേശീയ പാർട്ടി പദവി എന്ന് പറയുന്ന നിലയിൽ നിലനിൽക്കുന്നത് പോലും കോൺഗ്രസിന് ഏകദേശം 4.25 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലത്തിനകത്ത് അവിടുത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ മത്സരിപ്പിച്ച് അവിടെ ജയിപ്പിക്കാം. അപ്പൊ ആ നിലയിൽ അല്ല, ഔദാര്യം എന്ന് ഞാൻ വിശാലമായ ആ കാഴ്ചപ്പാടിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആളുകളും ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കാം, അങ്ങനെ വേണമെങ്കിൽ കാണാം. പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ശബ്ദങ്ങളും ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി 400 സീറ്റ്, രാമക്ഷേത്രം, ഇതിനൊക്കെ ഒരു ഇന്ത്യൻ മണ്ണ് നൽകിയ ഒരു തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അദീതി എന്ന വിദ്യാർത്ഥി നേതാവ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ നോക്കണം? ABVP എന്നൊരു സംഘടന സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ രാഷ്ട്രീയപരമായിട്ട് ABVP-യുടെ അഭിപ്രായമല്ല പറയുന്നത്. ഞാൻ ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇക്കഴിഞ്ഞ ഇലക്ഷൻ ജനാധിപത്യപരമായി നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഇപ്പം BJP എന്ന ഒരു ഒറ്റക്കക്ഷി തന്നെ 242 സീറ്റ് വാങ്ങിയിട്ട് നല്ലൊരു സീറ്റ് മികച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ 20ഓളം പാർട്ടികളെ ഒപ്പരം ചേർന്നിട്ട് പോലും അത്ര സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് 232 സീറ്റ് മറ്റേ കിട്ടിയുള്ളൂ. അപ്പൊ ഇത് BJP-യുടെ വിജയം തന്നെയാണ്. BJP തോറ്റിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ഇത് BJP-യുടെ വിജയം തന്നെയായിട്ടാണ് കാണുന്നത്. ശരിക്കും നമുക്ക് 272 വേണ്ടു. അത് 400 അതൊരു ഒരു ട്രിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. സ്വതന്ത്ര സംഘടന അപ്പോൾ ഒരു സ്വതന്ത്ര സംഘടനയുടെ വിദ്യാർത്ഥി നേതാവ് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ നടത്തിയ വർഗീയ പരാമർശങ്ങൾ, ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു ചിന്ത എങ്ങനെയാണ്? മോദി ചിലപ്പോൾ അതിന്റെ ഇലക്ഷന്റെ ഭാഗമായിട്ട് മോദിയുടെ ട്രിക്ക് അങ്ങനെ അതുപോലെ യൂസ് ചെയ്തായിരിക്കാം. അതിപ്പം അവരുടെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഇല്ല ഇല്ല ഇല്ല. യെസ്, ABVP-ക്ക് BJP ബന്ധമില്ല. RSS സംഘപരിവാർ സംഘടന. ABVP ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഇത്തരം പ്രതികരണങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ട്രിക്ക് എന്ന് പറഞ്ഞ് മാറ്റേണ്ടി നിർത്തേണ്ട ഒന്നാണ്. അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥി ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതിനൊരു വിദ്യാർത്ഥി നിലപാടുണ്ടോ എന്നതാണ്. അതൊക്കെ എന്താ പറയാ, മോദിയുടെ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള സഞ്ജീവ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം പുതിയ അധ്യയന വർഷത്തിൽ നിങ്ങൾ കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായി ഒരു വോട്ടർ എന്ന നിലക്ക് നിങ്ങളുടെ ഒരു മനസ്സറിയാവുന്ന ചോദ്യം മാത്രമാണ് അത്. ഈ പുതിയ അധ്യയന വർഷം പുതിയ മാറ്റങ്ങൾ വരികയാണ്. താങ്കൾ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ കാണുന്നത്? ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിലപാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ അധ്യയന വർഷത്തെ ഏറെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാണുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ വിദ്യാഭ്യാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖാദർ കമ്മീഷൻ മാത്രമല്ല, ജസ്റ്റിസ് ശ്യാം മേനോൻ കമ്മീഷൻ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ 4 വർഷ ഡിഗ്രിയിലേക്ക് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു വർഗീയവൽക്കരണത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെ, അതിലെ വർഗീയ പരാമർശങ്ങളും വർഗീയ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ അത് നടപ്പിലാക്കാൻ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളോടും ചർച്ച ചെയ്തുകൊണ്ടാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയായി തന്നെ ഞങ്ങൾ കാണുന്നു. അതൊക്കെ പറയുമ്പോൾ തന്നെ
ഈ വിദ്യാഭ്യാസത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അതിവേഗം, ലോകത്തെമ്പാടുമുള്ള മാറ്റങ്ങളെ അതിവേഗം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും സംശീകരിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ നിലവാരം ഉയർത്തുക, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുക, ക്യാമ്പസുകൾ കൂടുതൽ കൂടുതൽ സൗഹൃദപരമാവുക, കൂടുതൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുക, കൂടുതലായി വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിപ്രായം കൂടുതലായി അവർ രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടി വരും. ഇപ്പം നേരത്തെ നിങ്ങൾ ആമുഖത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികൾ രാഷ്ട്രീയവൽക്കരിക്കുക, അതിലൊരു വലിയ പങ്ക് മാധ്യമങ്ങൾക്കുണ്ടെന്നേ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു മോശക്കാർ എല്ലാവരും ഒരേപോലെയാണ് എന്നൊക്കെയുള്ളൊരു പരാമർശം ഒരു ചിന്ത വരുന്നതിന് കാരണമുണ്ടല്ലോ. രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പം രാഷ്ട്രീയം ഒരു അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മാറുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഒരു കുട്ടിയുടെ ഭാവി അവതാരത്തിലാണ്. ഞാനും അതിലൊക്കെ പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ക്രൈംസ് നടന്നൊരു മണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിന്റെ തോത് മനസ്സിലാവും, തീവ്രത മനസ്സിലാവും. പക്ഷെ ആ ഒരു തീവ്രതയൊന്നും ഇന്ന് പലയിടത്തും നിലനിൽക്കുന്നില്ല. അങ്ങനെയൊന്നും ആളുകൾ അതിനെ കാണാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അതിനെ കേവലം ഒരു അക്രമ രാഷ്ട്രീയം എന്ന് മാത്രം കാണരുത്. ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ട നയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ അതിഥി പറഞ്ഞു BJP എല്ലാവരും ഒറ്റപ്പെടുത്തി. നോക്കൂ, ഒറ്റപ്പെടുത്തേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണോ അവർ പേറുന്നത്? 20 പേര് ഒന്നിച്ചു നിന്നു. എന്തുകൊണ്ട് നിന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, എന്തുകൊണ്ട് ഒന്ന് ഒരുമിച്ച് നിന്നു? ഇപ്പൊ അതിൽ പറഞ്ഞ അതിനെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ്. അതൊക്കെ അവരെടുത്തോട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഒരു നയപരിപാടി തീരുമാനിക്കപ്പെട്ടത് ഒരു വൈഡ് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ബംഗാളിൽ കോൺഗ്രസും CPM ഒക്കെ ഒരേപോലെയാണ്. അങ്ങോട്ട് മീനാക്ഷി മുഖർജി ഉൾപ്പെടെയുള്ള മുഹമ്മദ് സലീം ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചും ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. ഞാൻ പ്രത്യേകിച്ച് വിശാല ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ ഞങ്ങൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ദേശീയ പാർട്ടി പദവി ഇല്ലെങ്കിലും, നേരെ മറിച്ച് നാളെ കേരളത്തിൽ നിന്ന് അധികാരമില്ലെങ്കിലും, ഇന്ത്യയിൽ അധികാരമില്ലെങ്കിലും, ഞങ്ങളെ എത്രയോ തവണ ഒരു തവണ പ്രധാനമന്ത്രിയാവാൻ സ്വീകരിച്ചിട്ടുണ്ട്, കിട്ടിയതാണ്. ഞങ്ങളിതൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതല്ല വിഷയം. ഞങ്ങളൊരു വലിയ ഞങ്ങളെ കാണുന്നുണ്ട്. എന്താണ് ഈ അധ്യയന വർഷം ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോളേജ് തലത്തിൽ വലിയ മാറ്റങ്ങളാണ്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് വരുന്നു. അതിനെക്കുറിച്ച് മെറിറ്റും ഡീമെറിറ്റും പറയുന്ന ആളുകളുണ്ട്. സ്കൂളുകളിൽ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ KSU നോക്കിക്കാണുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പല BJP ഭരിക്കുന്ന സർക്കാരുകൾ പോലും നടപ്പിലാക്കുന്നതിനേക്കാളും തിടുക്കത്തിൽ കേരളത്തിനകത്ത് അത് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. അപ്പോൾ അത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വേണ്ട വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് ഇയർ ക്ലാസ്സുകൾ തുടങ്ങാൻ ഇനി ഏകദേശം ഒരു മാസത്തിൽ താഴെ മാത്രമുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കോഴ്സിൽ എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു അവകാശം ആ വിദ്യാർത്ഥിക്കുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും ഈ കുട്ടി പഠിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട സിലബസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വലിയ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ നടന്നുകൊണ്ട് തന്നെയാണ് ഈ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ 4 വർഷത്തെ കോഴ്സൊക്കെ നടപ്പിലാക്കുന്നതിന്റെ കാര്യങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അടിയന്തരമായി സിലബസ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാണ്. ആ നിലയിലുള്ള കുറ്റമറ്റതായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ കോഴ്സ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. അതിനു മുന്നേ സഞ്ജീവ് ചേട്ടൻ പറഞ്ഞു BJP ഒറ്റയ്ക്ക് നിൽക്കുവാണെന്ന്. അത് BJPയുടെ ശക്തിയാണ്, അല്ലാതെ കുറെ ആളെ കൂട്ടുപിടിച്ച് നിൽക്കല് അതങ്ങനെയല്ല. പക്ഷെ NDA അലയൻസ് ഉണ്ടല്ലോ. പക്ഷെ NDA അത് കൂടാതെ തന്നെ BJPക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന അതിന്റെ ശക്തി വിദ്യാഭ്യാസ നയം, കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളം കൂടി സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതിനെതിരെ കുറെ പരാമർശങ്ങൾ ആദ്യം ഉണ്ടായിട്ടുണ്ട്. അത് സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് സ്വീകരിച്ചത് വളരെ നല്ല കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നല്ല വിദ്യാഭ്യാസം നൽകുന്ന കുറെ ഓപ്ഷൻസ് ഉള്ള ഒരു വിദ്യാഭ്യാസ നയം തന്നെയാണ് അത്. സഞ്ജീവ്, അതീതി പറഞ്ഞത് കേട്ടല്ലോ, കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം കേരളം സ്വീകരിച്ചതിൽ വലിയ സന്തോഷം. അപ്പുറത്ത് അതുല് പറഞ്ഞു ഇതുവരെ സിലബസ് പോയിട്ടില്ല, വലിയ പരിഷ്കരണം വരുന്നു, ക്യാമ്പസിൽ ക്ലാസ് തുടങ്ങാൻ പോകും. എന്താണ് സിലബസ് ധാരണയില്ല. 4 വർഷത്തെ പുതിയ കോഴ്സ് എന്ത് പഠിപ്പിക്കും, എന്താണ് പഠിക്കേണ്ടത്? ഒന്ന് പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പുതിയ വിദ്യാഭ്യാസ നയം അതുപോലെ കേരളം നടപ്പിലാക്കിയിട്ടില്ല. അത് അറിയാത്തതുകൊണ്ട് പറയുന്നതായിരിക്കാം. തീർച്ചയായും അത് പഠിക്കേണ്ട വിഷയമാണ്. ജസ്റ്റിസ് ശ്യാം മേനോൻ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ നിയോഗിച്ച 4ഓളം വരുന്ന കമ്മീഷൻ അത് റിപ്പോർട്ട് വെച്ച് അതിന്മേലാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമം രാജ്യത്തെ മുഴുവൻ
കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ കേരളത്തിന് മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഭരണഘടനാപരമായിട്ടുള്ള കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ കേരളം എന്താ ചെയ്തിട്ടുള്ളത്? 4 ഇയർ കോഴ്സുകളിൽ എൻട്രി എക്സിറ്റ് ഓപ്ഷനുകൾ കേന്ദ്ര സർക്കാർ വെച്ചു. അത് കേരളത്തിലില്ല. പിന്നെ സിലബസുകൾ തയ്യാറാക്കുന്നത് അവിടെ നിന്നാണെന്നും ടെക്സ്റ്റ് പുസ്തകങ്ങളുടെ PDF അയച്ചെന്ന് അത് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട്. അതും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞു. ഇവിടുത്തെ SCRT തന്നെ അതുമായി ബന്ധപ്പെട്ട പാഠപരിശീലനം സിലബസ് കേരള ഗവൺമെന്റിന്റെ സ്വന്തം സിലബസ് ആയി ഇവിടെ നിലനിൽക്കുന്ന മതനിരപേക്ഷ ബോധ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോകും. അത് മാത്രമേ പോകും. പിന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് NCERT-യിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ള ഗാന്ധിവധം, മുഗൾ ചരിത്രം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അതൊക്കെ കേരളത്തിൽ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിന്റെ നയം ആ നയം നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അതിൽ പെടുന്ന ഒരു വർഗീയ വംശീയ പരാമർശങ്ങൾക്കും കേരളത്തിൽ സ്ഥാനമില്ല. അതിൽ ഉൾപ്പെടുന്ന എല്ലാ അപകടങ്ങളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കച്ചവടത്തെ വൻതോതിൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നയമാണത്. അതെ, യൂണിവേഴ്സിറ്റികൾ ഇനി ആവശ്യമില്ല. സ്വന്തം നിലയ്ക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കോളേജിന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ തന്നില്ലെങ്കിൽ സ്വയം കോളേജ് തുടങ്ങാം എന്നുള്ള നിയമമൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതൊന്നും ആ നിലയിൽ ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അല്ല, സിലബസുമായി 4 ഇയർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ സിലബസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ ഇടപെട്ട വിഷയമാണ്. സിലബസ് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കുന്ന നിലയുണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് മാത്രമേ വിദ്യാർത്ഥികൾ ആ കോഴ്സിലേക്ക് ചേരുന്ന നിലയുണ്ടാവും. ഒരു വൈകിച്ചേ ഉണ്ടാവില്ല. ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ആ സിലബസുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പ്രഖ്യാപനങ്ങളും വരും, പ്രസിദ്ധീകരണങ്ങളും വരും. പറഞ്ഞല്ലോ, അങ്ങനെ കേന്ദ്രത്തിന്റെ നിങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം അങ്ങനെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാരിന് കൃത്യമായ ധാരണ അക്കാര്യത്തിലുണ്ട്. മതനിരപേക്ഷ കാഴ്ചപ്പാടുകളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് SFI പറയുന്നത്. എന്താണ് കേന്ദ്ര സർക്കാർ ആദ്യം ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഇവർ അതിനെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവര് ആ 4 ഇയർ ഡിഗ്രി കൊണ്ടുവന്നു എന്നതിൽ തന്നെ സന്തോഷമുണ്ട്. കാരണം ഒട്ടും നടപ്പിലാണ് ആക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇവരിപ്പോ പറഞ്ഞതൊക്കെ എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല. ഇങ്ങനെ മാറ്റി നെഹ്റുവും ഡാർവിൻ സിദ്ധാന്തവും ഒന്നും ഇല്ലാതെ അതൊക്കെ മാറ്റി വെക്കുന്ന ഒരു സംവിധാനത്തുണ്ട്. അതിന്റെ കാഴ്ചപ്പാട് ഗാന്ധിജി വേണ്ടേ? ഗാന്ധിജി വേണം, നെഹ്റു വേണ്ടേ? വേണം. ഗാന്ധിജിയെ ഇന്ത്യ ആണെന്ന് സിനിമയിലൂടെയാണെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ്. അങ്ങനെയാണോ? അതെനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവിന് ഗാന്ധിജിയെ ലോകമറിഞ്ഞത് ഒരു സിനിമയിലൂടെയാണെന്ന് ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം വേണ്ടേ? അതിന് കൃത്യമായ നിർദ്ദേശമുണ്ട് അതിനകത്ത് അഭിപ്രായം പറയരുത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കതിനോട് അഭിപ്രായമില്ല. അത്ര അഭിപ്രായമില്ല. ഗാന്ധിജി നെഹ്റു ഒക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ വേണം. അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അറിഞ്ഞേ പറ്റും. അത് മാറ്റിവെക്കാൻ പാടില്ല. മാറ്റിവെക്കാൻ പാടില്ല. നിലപാടിൽ തന്നെയാണ് അത്. അല്ല, ഇങ്ങനെ അഭിപ്രായമില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യത്തോട് ഞാൻ നിലപാട് അഭിപ്രായം ഉണ്ടാവില്ല. അഭിപ്രായം പറയാനും പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥി നേതാവ് പറയുന്നു. എനിക്ക് എന്റെ അഭിപ്രായമില്ല. സംരക്ഷിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോയത്. അത് സംരക്ഷിക്കപ്പെട്ട എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പറയാനും പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം തിരിച്ചുവിടുന്ന തെരഞ്ഞെടുപ്പാണ്. പറയുന്നില്ല. അല്ല, അങ്ങനെ പറയാതിരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രപിതാവിനെ പോലെയുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ ഇകത്തിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും പരസ്യമായി അത് തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ ഹിഡൻ അജണ്ടയായിട്ട് തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. നേരെ മറിച്ച് സവർക്കറിനെ പോലെയുള്ള രാജ്യത്തിന് ദ്രോഹിയായിട്ടുള്ള ആളുകളെ ദേശീയ നേതാക്കന്മാരെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി, അതായത് വിദ്യാഭ്യാസ സംവിധാനത്തിൽ കൂടി താഴേക്കടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ സവർക്കറിനെ പോലെയുള്ള ആളുകളെ മെല്ലെ മെല്ലെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഗാന്ധിജി, നെഹ്റു എന്നിവരെ കുറിച്ച് പഠിക്കണം എന്ന രീതിയിൽ
സവർക്കറെ കുറിച്ച് പഠിക്കാം. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയല്ലേ? അല്ല, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു കാലഘട്ടത്തിലും പറ്റില്ല. അദ്ദേഹത്തെ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകളാണ്. അതായത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളെയൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി തരാം, സംവിധാനം ചെയ്തു തരാം എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞാലാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനി? സവർക്കറെ നമ്മളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് തന്നെ കാണുന്നത്. സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് എന്നത് തെളിവുകൾ ധാരാളം ഉണ്ട്. പിന്നെ നമ്മൾ അതിന് തള്ളി പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും പഠിക്കുന്ന കൂട്ടത്തിൽ സവർക്കറെ കുറിച്ച് പഠിക്കണം എന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സിലബസ് വരാത്തതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് തന്നെ VC തന്നെ കണ്ട് ആശങ്ക നമ്മൾ അറിയിച്ചു. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് സിലബസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു തീയതി അവർ പറഞ്ഞിട്ടുണ്ട്. ആ തീയതിക്കുള്ളിൽ ആ സിലബസ് പ്രസിദ്ധീകരിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി KSU മുന്നോട്ട് പോകുമെന്നുള്ള കൃത്യമായ താക്കീത് നൽകിയാണ് തന്നെയാണ് ഞങ്ങൾ അതിന് മുമ്പേ 4 വർഷത്തെ ഈ പുതിയ കോഴ്സ് അതിന്റെ ഒരു സ്വഭാവത്തിലായി വരാൻ പോകുന്ന ഒരു പല ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം. ഒരു വർഷം ഡിഗ്രി കഴിയും, ഒരു വർഷം കഴിയുമ്പോൾ ഇവൻ ബ്രേക്ക് എടുക്കും, പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് വീണ്ടും വന്ന് ചേരും. 7 വർഷത്തിനുള്ളിൽ പഠിച്ചു തീർക്കണമെന്നാണ് അല്ലെ? അപ്പൊ വന്ന് ചേരുമ്പോ ഇവരെപ്പോ വേണമെങ്കിലും വരാം. ഈ ഫസ്റ്റ് ഡിഗ്രി ചെയ്യുന്നു, സെക്കൻഡ് ഡിഗ്രി ചെയ്ത് വരും വന്നിരിക്കുമ്പോ 4 വർഷം കഴിഞ്ഞോ 5 വർഷം എങ്ങനെയാണ് അതിനൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരു കോളേജ് ക്യാമ്പസിന്റെ ഒരു ചട്ടക്കൂടും അതിന്റെ ഒരു ഡിസിപ്ലിനും ഇതൊരു വലിയ ഫ്ലെക്സിബിലിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഇതിന് 2 വശമുണ്ട്. അപകടകരമായിട്ടുള്ള ഒരു വശം ഇപ്പുറത്തുണ്ട്. കാരണം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്രത്തോളം പെട്ടെന്ന് ഇത് നടപ്പിലാക്കാൻ കഴിയും. അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ എബിലിറ്റി, അതോടൊപ്പം തന്നെ ഒരു കരിക്കുലം സിസ്റ്റം നമുക്കുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്കതിനെ ഒരു വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് പറ്റുമോ എന്ന ചോദ്യം ബാക്കിയാണ്. അല്ല, അത് മാത്രമല്ല വിഷയം. ഇന്ത്യയിൽ ഈ അസമത്വം വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമായി നിൽക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യ. ജാതി, മതസ്പർദ്ധ, ഇതൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴും ആളുകൾക്കിടയിൽ നിൽക്കുകയാണ്. ഇത് വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട്. എത്ര വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യപ്പെടുന്നു, പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം പൂർണ്ണമായി അവരെ പുറന്തള്ളാനാണ് ഈ നയം. അത് പ്രകടമാണ്. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഭരണഘടനാപരമായിട്ട് കേരളത്തിൽ മാത്രം അത് നടപ്പിലാക്കാതിരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ മനസ്സിലായ വിദ്യാഭ്യാസം ഇവിടുത്തെ എല്ലാവരും ബാധിക്കുന്ന വിഷയമല്ല. പൗരത്വവുമായി ബന്ധപ്പെട്ട് നമുക്കത് സ്റ്റാൻഡ് എടുത്ത് നിൽക്കാൻ കഴിയും, പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നേരെ മറിച്ച് അല്ല, ഞങ്ങളത് കൃത്യമായി ബന്ധപ്പെട്ട് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കേരളത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 4 വർഷം പെട്ടെന്ന് ബ്രേക്ക് എടുത്ത് പോയി തിരിച്ചു വന്ന് അത് എത്രത്തോളം പറ്റും എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് തീർച്ചയായും പരിശോധിക്കപ്പെടും. അല്ല, 7 വർഷം ഇപ്പൊ നിങ്ങളിപ്പോ ഡിഗ്രി ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. 6 വർഷത്തിലുള്ള നിങ്ങൾ ഡിഗ്രി നിങ്ങൾക്ക് അഥവാ ബാക്ക് പേപ്പേഴ്സിന്റെ 6 വർഷം വരെ നിങ്ങളെ കോഴ്സ് ഡ്യൂറേഷൻ അത് 7 വർഷമാകും. അത്രേ ഉള്ളൂ അതിലൊരു കാര്യം. നേരെ മറിച്ച് ഇതിൽ ഉണ്ടാവുന്ന ചില വിഷയം എന്ന് പറഞ്ഞത് എൻട്രി എക്സിറ്റ് ഓപ്ഷനാണ്. അതിവിടെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് പോയി വേറെ എവിടെയും പോയി പഠിച്ച് അങ്ങനെ എൻട്രി എക്സിറ്റ് ഓപ്ഷനുകൾ ഓരോ വർഷത്തിലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് 3 ഇയർ കഴിഞ്ഞാൽ അതിവിടെ ഇല്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, അതവിടെ പ്രശ്നമായിട്ട് വരുന്ന ഒരു വിഷയം. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇയറിൽ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു കുട്ടി പോകുന്നു. ഇന്ത്യയിലെ സർക്കാർ ഉദ്ദേശിച്ചത് എന്താണ്? ജാതിക്കടിസ്ഥാനമായിട്ടുള്ള തൊഴിൽ വർഗത്തിലേക്ക് വീണ്ടും ആളുകളെ കൊണ്ടെത്തിക്കാനുള്ള മറ്റൊരു പ്രവർത്തനമായിരുന്നു അത്. അതൊരു സത്യമാണ്, യാഥാർത്ഥ്യം. തീർച്ചയായും അതിപ്പോ പറഞ്ഞല്ലോ, NDAയുടെ സഖ്യകക്ഷി ഇപ്പൊ പറഞ്ഞല്ലോ ആക്റ്റീവ് അവസാനിപ്പിച്ച് ജാതി സെൻസസ് നടപ്പിലാക്കണം. അതാണ് ഈ കാര്യം. ഡിഗ്രി മാത്രമല്ല UGC ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാൻ ആരും പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ വെച്ചാൽ ഇപ്പം 1 വർഷം മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ചുള്ള ജോലി ലഭിക്കും, 2 വർഷം അങ്ങനെയാണ്. അപ്പൊ അത് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമാവും എന്ന രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. ജോലി എവിടെ? ഇതിനകത്ത് ഇവിടുത്തെ മന്ത്രിമാരടക്കം പറയുന്ന ആ ഒരു മനോഹരമായ ഒരു 4 വർഷത്തെ കോഴ്സ്, അങ്ങനെ ഒരു സംഗതി ഒന്നും എന്തായാലും നടപ്പിലാവാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ തന്നെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് താല്പര്യമുള്ള നമ്മുടെ അഭിരുചിക്കനുസരിച്ച് മറ്റൊരു സബ്ജക്റ്റിലേക്ക് മാറാമെന്നൊക്കെ പറയുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ മാറാൻ വേണ്ടി പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സീറ്റിനകത്ത് ആ കോഴ്സിനകത്ത് വേക്കൻസി അടക്കം വരുന്ന സമയത്ത് മാത്രമേ ആ വിദ്യാർത്ഥികൾക്കകത്ത് അത് മാറാൻ വേണ്ടിയൊക്കെ പറ്റുള്ളൂ. ഇതിനകത്ത് വലിയൊരു പ്രായോഗികത വിഷയം ഇതിപ്പോ കടന്നു വരാൻ വേണ്ടി പോകുന്നു. ആദ്യ വർഷം എന്ന നിലയിൽ വളരെ ഗൗരവത്തോടു കൂടി KSU ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതിലൊരു വിഷയമുണ്ട്. അതിലുള്ള ഒരു ധാരണാപശമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്യാം. നിങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കുന്നു നിങ്ങൾ മെയിനായിട്ട്. ആ സ്ട്രക്ചറൽ ഫിസിക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? നിങ്ങൾക്ക് ഉണ്ട് മറ്റ് സബ്ജക്റ്റുകൾ അഭിരുചിക്കനുസരിച്ച് മറ്റ് സബ്ജക്റ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്ട്രക്ചറൽ സബ്ജക്ട് ഫസ്റ്റ് ഇയർ തീമിൽ നിന്ന് സെക്കൻഡ് ഇയർ തീമിലേക്ക് മാറ്റാം, മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോവാം. അത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തന്നെ മാറ്റാം. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വേക്കൻസി അവിടെ ഉണ്ടാവും. 4 ഇയർ കോഴ്സുകളിൽ നിന്നാണ് മാറ്റം ഉണ്ടാവുക. ഈ 4 ഇയർ കോഴ്സ് വ്യത്യസ്ത തലത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായാലും അവിടെ വേക്കൻസി അതേ ഇയറിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവുന്ന നിർബന്ധമില്ല. അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ സങ്കുചിത മനോഭാവത്തോടു കൂടി ഇത് കാണുന്നത് തീർച്ചയായും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കേരളം ഈ 4 വർഷത്തെ കോഴ്സ് സംബന്ധിച്ചിട്ടുള്ള പല തരത്തിലുള്ള ആശങ്കകൾ. അതിന്റെ സജീവ് പറയുന്നത് ഈ 4 വർഷത്തെ ഈ മാറ്റങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് ബ്രീഫ് ചെയ്ത്? നിങ്ങൾ പഠിച്ചത്രയും കുട്ടികൾ അറിയില്ല, നിങ്ങൾ നേതാക്കൾ എന്ന നിലയ്ക്ക് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് ആ 4 വർഷം കോഴ്സ് ചേരുമ്പോൾ അതിനൊരു പോസിറ്റീവ് ആംഗിൾ ഒന്ന് പറയും? അതിന്റെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം 4 വർഷമാണ്. ആ 4 വർഷത്തെ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ അതിനെ അഭിമുഖീകരിക്കാം. PhD വേണ്ടവർക്ക് 4 ഇയർ ഹോണേഴ്സ് PhD-യുമായി ബന്ധപ്പെട്ട് ഈ 4 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ PhD-യിലേക്ക് കടക്കാം. നേരെ മറിച്ച് PG ആണ് ആവശ്യമെങ്കിൽ PG നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് 4 ഇയറിനുള്ളിൽ ഉൾപ്പെടുത്താം. നേരെ മറിച്ച് ഡിഗ്രി 3 വർഷം കഴിഞ്ഞ് ഡിഗ്രി മാത്രം മതി 3 വർഷം കഴിഞ്ഞ് ആശങ്കകൾ നിങ്ങൾ ഈ പറയുന്ന ഒരു ആശങ്ക വേറെന്താണ് നിങ്ങൾ കാണുന്നത്? അതിനകത്ത് അല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്യാം നമ്മുടെ കോഴ്സിനെ. നിങ്ങളിപ്പോൾ ഒരു സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഫിസിക്സ്. ആ ഫിസിക്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ സബ്ബായിട്ട് കെമിസ്ട്രി പഠിക്കണമെന്നോ മാത്സ് പഠിക്കണമെന്നോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ആർട്സ് പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കാൻ കഴിയും, പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്ട്സാണ് കുറച്ചും കൂടി ആഗ്രഹമെങ്കിൽ ആ ഫിസിക്സിനോടൊപ്പം ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്റ്റും പഠിക്കാൻ കഴിയും. അത് ഇവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് 4 ഇയർ ഡിഗ്രി സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതും. അപ്പൊ പിന്നെ എന്തായാലും അത് തന്നെയാണല്ലോ നടപ്പിലാക്കുന്നത്. ഇതുപോലെയല്ല. ആദ്യം സിലബസ് വരട്ടെ, എന്നിട്ട് ഇവർ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. സിലബസ് പോലും ആക്കാതെ എങ്ങനെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് എങ്ങനെ ഇതിനെ ക്രമീകരിക്കാം എന്നതിനെ പറ്റി എന്തായാലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് വിദ്യാർത്ഥികൾ നേരിടാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങളെ തീർച്ചയായും KSU അഡ്രസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിലബസ് അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കോഴ്സുകൾ ചേഞ്ച് ചെയ്യാം, ഇവിടെ നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രായോഗികത, ആ പ്രായോഗികതയിലാണ് നമ്മുടെ ആശങ്ക നിൽക്കുന്നത്. അതിന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, തിരിച്ചു വരാം. നമ്മുടെ സ്കൂളുകൾ ഇപ്പം ഈ ഓൾ പാസ് എന്നുള്ള ആ ഒരു സംവിധാനത്തിന് നമ്മളൊരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ പോവാം. എന്താണ് അതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്വാണ്ടിറ്റേറ്റീവ് എഡ്യൂക്കേഷനെക്കാട്ടും ആവശ്യം ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ UDF ഭരണകാലത്ത് വിദ്യാഭ്യാസം കച്ചവടമായിരുന്നു. പൂട്ടിയ സ്കൂളുകളുടെ എണ്ണം ചില്ലറയല്ല. അതിൻ്റെ കണക്ക് ലാഭനഷ്ടമാണ്. അവർ മുന്നോട്ട് വെച്ച കണക്ക് ലാഭനഷ്ടമാണ്. വിദ്യാഭ്യാസം ലാഭനഷ്ട കണക്കല്ല എന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ. അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ കളിക്കാവിള വരെയുള്ള പാറശാല വരെയുള്ള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിലെ സ്കൂളുകളിൽ വന്ന മാറ്റം. എന്തിനേറെ പറയുന്നു, ഈ കണ്ണൂർ ജില്ലയിൽ ഗവൺമെന്റ് സ്കൂളുകളെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന മാറ്റങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സർക്കാരിന്റെ ഇടതുപക്ഷ നയത്തെ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരത്തിന്റെ തുടർച്ചയാണത്. അപ്പോൾ മലപ്പുറം സ്കൂളിൽ SFI വലിയ സമരമാണ് നടത്തിയത്. ആ സ്കൂളിൽ നിങ്ങൾ കാണണം, അത് നിങ്ങൾ കാണുന്ന സ്കൂളാണ്. അതോടൊപ്പം തന്നെ നടക്കാവിലെ സ്കൂൾ അത് നോക്കുക, അവിടുത്തെ ISRO ആണ്, ISRO ആണ് അവിടുത്തെ ലാബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തുള്ള ഈ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ സാധാരണക്കാരനും ലഭിക്കണം. അതിന് ഇത്ര പണം കൊടുക്കണം, ഇത്ര രൂപ, അതൊരു മുതലാളിത്ത കാഴ്ചപ്പാടാണ്. നിങ്ങൾ അമേരിക്കയിൽ ഒരു ഡോക്ടർ കൊടുക്കണം, അതിലൊരു സംശയം ഏറ്റവും നല്ലത്. അതിലൊരു വിഷയമുണ്ട്. ഇപ്പം സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി MLA-മാരും മന്ത്രിമാരും MP-മാരും റെക്കമെൻഡ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത്.
അത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. 8 വർഷം ഞാൻ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പ്രസിഡന്റായിരുന്നു. പല മന്ത്രിമാർ, കേന്ദ്ര മന്ത്രിമാരുടെ ഒരു ശുപാർശ അവിടെ 5ാം ക്ലാസ് പ്ലസ് സീറ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഈ മുന്നേറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഈ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് സഞ്ജീവ് പറഞ്ഞല്ലോ, ലാഭനഷ്ടക്കണക്ക് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടിയ UDF സർക്കാരിൽ നിന്ന് മാറി വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ സർക്കാരിന് പങ്കില്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് ഒരു 10 വർഷക്കാലം നീണ്ട ഒരു കാലയളവാണ്. ആ കാലയളവിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അതിപ്പോ UDF ആണെങ്കിൽ പോലും ഈ നിലയിലുള്ള മാറ്റങ്ങൾ കടന്നു വരാൻ വേണ്ടി പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ നിലയിലുള്ള ഇടപെടലുകൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളൊക്കെ തന്നെ ആ സമയത്തൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഒന്ന്, ഉച്ചഭക്ഷണം. ആ ഉച്ചഭക്ഷണത്തിന്റെ ഫീസ് കൊടുക്കാൻ വേണ്ടി കഴിയാത്തൊരു സർക്കാർ, അതായത് പ്രധാന അധ്യാപകര് അവരുടെ സ്വന്തം കീശയിൽ നിന്നും പണമെടുത്ത് അവിടുത്തെ കുട്ടികൾക്ക് ഈ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് LSS-ഉം USS-ഉം ആ വിദ്യാർത്ഥികൾ എത്ര വർഷമായി എക്സാം എഴുതി പാസ്സായിട്ട് പോകുന്നു, എത്ര വർഷമായി അവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ആ സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല. അത് ഏത് നിലയിലാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധികൾ കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആ വ്യക്തമായ ആ ഒരു ചിത്രം അത് നമ്മൾ അംഗീകരിക്കാതെയോ കാണാതെയോ പോകുന്നത് തരമില്ല. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. 10ാം ക്ലാസ്സിന്റെയും +2ന്റെ റിസൾട്ട് വരുമ്പോൾ പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഇപ്പം കൂടുതലാക്കും ഫുൾ A+ ആണ്. ഫുൾ A+ ഒരു വിലയില്ലാത്ത പോലെയാണ്. ആ ഫുൾ A+ ആ ഒരു രീതിയിൽ അങ്ങ് പോയി വാരിക്കോരി കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ഓൾ പാസ് എന്നുള്ള രീതി ഇതാക്കിയാൽ തന്നെ നമുക്ക് കൂടുതൽ ക്വാളിറ്റിയിലെ വിദ്യാഭ്യാസം മുന്നോട്ട് ഉണ്ടാകും. ഒരു ചോദ്യം ഇതാണ്, ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല നാട്ടിൽ. അത് ഒരു ഇടതുമുന്നണി സർക്കാരിന്റെ ഒരു പ്ലസ് ആയി നിങ്ങൾ കാണുന്നുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ LSS USS പോലുള്ള നടപടികൾ വളരെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന തരത്തിലാണ് നോക്കിക്കാണുന്നത്. ഈ മാഷന്മാര് കഴിഞ്ഞിട്ടാണ് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പ്രധാന അധ്യാപകരുടെ കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഞാൻ പണി നിർത്തുകയാണ്, ഇപ്പോൾ 4 ലക്ഷം കടമായി, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, ഇന്നൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ 2 വിദ്യാർത്ഥി സംഘടനകളും അംഗീകരിച്ചൊരു കാര്യമുണ്ട്. അപ്പൊ അതിലൂടെ പറഞ്ഞു കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. 5 വർഷം കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി 5 വർഷം വലിയൊരു കാലയളവാണ്. സ്കൂളുകൾ പൂട്ടി. അതെ, അതിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. അത് സ്കൂളുകൾ പൂട്ടി. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി. ഇതൊരു നയമാണ്. ആ നയം സ്വീകരിച്ചു. അങ്ങനെയാണ് കാലഘട്ടം 10 വർഷം ഇന്ത്യയിലെമ്പാടുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചു. സ്കൂളുകൾ പൂട്ടി എന്ന് പറയുമ്പോൾ സ്കൂൾ പൂട്ടി, അതിന്റെ ധ്വനി എന്താ? എല്ലാ സ്കൂളും പൂട്ടി. അത് വലിയ സമരം അല്ലല്ല, മലപ്പുറത്ത് കേരളത്തിലെ സർക്കാർ ചില ക്ലാസ് മുറികളിൽ നിന്ന് പാമ്പ് പിടിച്ചു, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട വാർത്ത. ഞാൻ പറയാൻ വിസ്തരിച്ചു തരാം. കേരളത്തിൽ 100ഓളം വരുന്ന സ്കൂളുകൾ പൂട്ടാൻ തയ്യാറായിരുന്നു. അബ്ദുറബുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നിലനിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. ആ വിദ്യാഭ്യാസ മേഖല ഇന്ന് ഇങ്ങനെ ആയതുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കഞ്ഞി എന്നല്ല, ഉച്ചഭക്ഷണം എന്നാണ്. മെനു ഉണ്ട്. അത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വീണ്ടും കാലത്തിന്റെ മാറ്റമല്ല, നിലപാടിന്റെ മാറ്റമാണ്. പ്രഭാത ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ ഇന്ന് സർക്കാർ നടത്തുന്നു. ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് അത് മെനുവിലാണ്. പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിഷയം പലയിടത്തും ഉണ്ടെന്ന് പറയുന്നു. അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഒരാൾക്കും അവരുമായി ബന്ധപ്പെട്ട് അവരൊരു കടബാധ്യതയിൽ ഒരു അധ്യാപകൻ അങ്ങനെ നിന്നു പോയില്ല. പല സ്ഥലങ്ങളിൽ നിന്നും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ജനകീയമായ ഇടപെടൽ തന്നെ ഉണ്ട്. അതിനൊരു ചോദ്യം, പ്രീ പ്രൈമറി മുതൽ +2 വരെ ഒറ്റ സ്ട്രക്ചറിലേക്ക് വരാൻ പോകും. അത് കമ്മീഷൻ നടക്കുകയാണ്. ഒടുവിൽ KSTയെയും അതിന് മൗനാനുവാദം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ആ സംവിധാനം പറഞ്ഞാൽ? ഒറ്റ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഒന്ന് ഈ വിശദമായ ഈ ഒരു മാറ്റത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷനിൽ കേവലം 3 അംഗങ്ങളെ മാത്രം വെച്ചിട്ട് നടത്തിയ ഒരു കമ്മീഷൻ. അതില് ഇത്രയും വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ടാക്കുമ്പോൾ ആ 3 അംഗങ്ങൾ മാത്രം മതിയോ? അതില് ഖാദർ എന്ന് പറയുന്ന ആള് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീരിയസ് ആയി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. അപ്പോ അത്ര ആള് മതിയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്.
അപ്പൊ ഇത് ഒറ്റ സ്ട്രെച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിൽ അധ്യാപകരുടെ അടക്കം തന്നെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാകുന്നു. എന്നെ +2 ആ ലെവലിലേക്ക് ഒരുമിച്ചാക്കുന്ന സമയത്തേക്ക് തന്നെ വലിയ പണ്ട് പ്രീ ഡിഗ്രി കോളേജിലായിരുന്നു. അല്ലാതെ പറഞ്ഞല്ലേ പ്രീ ഡിഗ്രിയും ഒരു ഡിഗ്രിയാണ് എന്ന് പറയുന്ന രീതിയിൽ കോളേജിനൊപ്പം നടന്ന ഒരു സാധനമാണ്. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് +2 വരെ എത്തി. ഇനിയിപ്പോ അത് +2 വരെ ഒരു മേഖലയിൽ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയും വലിയൊരു സംവിധാനത്തെ ഒറ്റ കേന്ദ്രീകരിച്ച് ഒരു സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വീതിച്ച് ചില എളുപ്പമാകുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലതാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് വരേണ്ടത് അനിവാര്യമാണ്. പക്ഷെ ഈ മാറ്റത്തിനെ കുറിച്ച് വിദ്യാർത്ഥികളിൽ ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒന്നും അറിയാത്തൊരു കുട്ടി ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പം അതിനെപ്പറ്റി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണം വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തണം. ഒരേ ഫ്രെയിമിൽ വന്നാൽ അത് പ്ലസ് ആണോ നെഗറ്റീവ് ആയിട്ടാണോ കാണുന്നത്, പോസിറ്റീവ് ആയിട്ടാണോ? കാലത്തിനനുസരിച്ച് മാറ്റം വരുമ്പോൾ അതിനെ പ്ലസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു വലിയ പ്ലസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ വരുന്നതിന് മാധ്യമങ്ങൾക്ക് വളരെ മാധ്യമങ്ങളുടെ റോളാണ് രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ നേതൃത്വത്തിൻ്റെയും അവരുടെ നമ്മൾ കാണുന്ന പ്രത്യക്ഷമായി കാണുന്ന അക്രമം, സംസാരത്തിലുള്ള വെല്ലുവിളികൾ ഇതൊരു കുഴപ്പം പിടിച്ച പണിയാണ് എന്ന് ഉള്ള പുതിയ തലമുറയുടെ തോന്നലാണ്. ഒന്ന് പ്രധാനമായും രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഇടപെടുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഇത് രാഷ്ട്രീയക്കാർ, മീഡിയ ഇവയെല്ലാം ഒരൊറ്റ ഗണത്തിൽപ്പെടുത്ത അല്ലെങ്കിൽ അവരോടൊപ്പം ഇഴകി ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് മേഖലയാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രധാന വിഷയം അരാഷ്ട്രീയപരമായൊരു ബോധ്യം ഉയർത്തുന്നതിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പൊരുൾ അവിടെയാണ്, വാർത്തകൾ വിനയാകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ തങ്ങളുടെ ജീവിക്കുന്ന ക്രമത്തിൽ അവർ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകണമെന്നല്ല, മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നല്ല, നേരെ മറിച്ച് തങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അത് ഏത് വിധേനയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതിൽ നിലപാടെടുക്കുന്നത്, വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെ നിലപാടെടുക്കുന്നു, ആ നിലപാട് ശരിയായ നിലപാടാണോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ അതിന് കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സാമൂഹ്യ ഇടപെടൽ ആവശ്യമുണ്ട്. അതിന് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇതൊരു മോശം കാര്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ കൂടി അറിയണം. അതോടൊപ്പം തന്നെ അത് യഥാർത്ഥത്തിൽ നമ്മൾ ചെന്നുപോയി ഒരു അപകടത്തിലാണ് കൊണ്ടുവെക്കുന്നത്. കാരണം ഇതിൽ ഇടപെടുന്ന മൂലധന ശക്തികൾക്ക് വളരെ എളുപ്പത്തിൽ ഇവരെ സ്വാധീനിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എക്സിറ്റ് പോളൊക്കെ കണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആരോപിച്ച ആരോപണങ്ങൾ കണ്ടല്ലോ. അത് വലിയ ക്രൈമാണ്, തട്ടിപ്പാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വേണേ കാണാം. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അപ്പൊ ഇതൊക്കെ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്തെ ജനങ്ങളോട് എന്ത് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. കാരണം എന്താ, അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല. നിങ്ങൾ നോക്കേണ്ട ഒട്ടനവധി സീറ്റുകളിൽ നോട്ട 10,000-ത്തിനടുത്തെത്തി. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്, വലിയ വിഷയമാണ്. 90 അതൊരു അരാജക സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതിനെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുക ഈ മത, സാമുദായിക, വർഗീയ ശക്തികൾക്കാണ്. അവിടെ കൂടുതലായിട്ട് അവർക്ക് ഒരു ഇടപെടൽ നടത്താൻ കഴിയും. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് ഏറെ പ്രതീക്ഷ തോന്നിയ ഒരു പ്രദേശം ഉത്തർപ്രദേശാണ്. തീർച്ചയായും ആ മണ്ണ് എനിക്ക് വലിയ പ്രതീക്ഷ തന്നു. തീർച്ചയായും അത് കേരളത്തിലും അല്ലെങ്കിൽ ഉണ്ടാക്കും. കേരളം പോലെ ഉയർന്നൊരു സ്ഥലം, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ഉത്തർപ്രദേശിനെക്കാളും എല്ലാ മാനവിക ശേഷിയും ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യൻ മതനിരപേക്ഷത, ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടന അത് ഇന്ത്യയിലെ ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കണം. അവർ കൂടുതലായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്ക് അവരുടെ ഒരു കൾച്ചർ തന്നെ അങ്ങനെ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടത്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിൽക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോകും. കാരണം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയാറുണ്ട്, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതേതരത്വം എന്നൊക്കെ നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാറുണ്ട്, അതൊക്കെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെല്ലുവിളി നേരിട്ടുകൊണ്ടൊരു കാലഘട്ടം.
ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഭരണഘടനക്കെതിരെ അല്ലെ ഭരണകൂടത്തിനെതിരെയുള്ള ശബ്ദമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ആയി പരിമപ്പെടുന്ന അങ്ങനെ ഒരു ചിന്തയിലേക്കൊന്നും ഈ വിദ്യാർത്ഥികൾ കുട്ടികൾ വരുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം പുതിയ കുട്ടികൾ അവരിതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അവർക്ക് രാജ്യത്തിന്റെ മതേതരത്വം അതൊന്നും ആലോചിക്കുന്ന പോലുമില്ല. പുതിയ ജനറേഷൻ അവരോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാധിച്ചപ്പോൾ അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില യൂട്യൂബേഴ്സ് ഒക്കെ പോയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് രാഷ്ട്രപതി ആരാണെന്നൊക്കെ ചോദിക്കും. അത് ആരാണ്? ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ സിനിമകളാണെന്നൊക്കെ ചോദിക്കുന്ന നമ്മൾ വളരെ അരാജകമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പരാജയമല്ലേ? പ്രത്യേകിച്ച് കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്ന് നമ്മൾ ആ കാര്യത്തെ വിലയിരുത്തുന്ന സമയത്ത് രക്ഷിതാക്കൾക്കിടയിൽ പൊതുസമൂഹത്തിനിടയിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടുന്നൊരു അല്ലെ ആ രീതിയിൽ കടന്നു പോകുന്നൊരു കാര്യമാണ് എന്നുള്ളൊരു ചിന്ത കുറച്ചു കാലം മുന്നേ അതിൽ നിന്ന് കുറച്ച് വലിയ വ്യത്യാസം ഈ സമയത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും പല ക്യാമ്പസിനകത്ത് SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും ഒക്കെ തന്നെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമം മറ്റൊരു ഫാസിസ്റ്റ് സമീപനം പല ക്യാമ്പസിനകത്തും ജില്ലക്കകത്തും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെയൊക്കെ മനസ്സിനകത്തൊരു ഭയപ്പാടാണ്. ആ ഭയപ്പാട് രൂപപ്പെടുത്തുന്നത് SFIക്ക് അടക്കം വലിയൊരു പങ്കുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ആരോപിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയം ഏറ്റവും ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾ അധികാരികളിൽ എത്തിക്കാൻ രാഷ്ട്രീയം എന്തുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടുതൽ ആകർഷകരാകുന്നില്ല? ഒന്നാമത് ഇപ്പൊ പറയുകയാണെങ്കിൽ SFI പോലുള്ള സംഘടന ഇപ്പൊ നമ്മൾ കണ്ടു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം പട്ടിണിക്കിട്ട് ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയിട്ടാണ് കൊല്ലപ്പെടുത്തിയത്. അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥകൾ കാണുമ്പോൾ ഒരു മാതാപിതാക്കൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയത്തിൽ പോയിക്കോ ഇപ്പം SFIക്ക് എതിരെ നിൽക്കുന്നവരെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊല്ലുകയാണെങ്കിൽ ആരെങ്കിലും പറയുമോ? അല്ല, ഇപ്പൊ നമ്മൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവങ്ങളല്ലേ. അപ്പൊ പിന്നെ ഇപ്പം വീട്ടിൽ നിന്നായാലും പറഞ്ഞു വിടുമ്പം എങ്ങനെയാണ് അക്രമ രാഷ്ട്രീയമാണ് ഏറ്റവും അല്ല അത് സ്ഥിരം പല്ലവിയാണ്. അതിലൊരു പ്രധാന സിദ്ധാർത്ഥിന്റെ വിഷയമാണ്. അതിലേക്ക് പെട്ടെന്ന് വരാം. സിദ്ധാർത്ഥിന്റെ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. അതെ, ഈ സിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CBI അന്വേഷണം അവിടെ കുടുംബം ആവശ്യപ്പെട്ടു. അന്ന് തന്നെ CBI അന്വേഷണം അനുവദിച്ചു. അല്ല, അതിലൊരു പ്രശ്നം ഇപ്പൊ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ CBIയുടെ റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ട്? അതിൽ രാഷ്ട്രീയമില്ല. SFI ഏതെങ്കിലും ഘട്ടത്തിൽ SFIയുടെ ഏതെങ്കിലും ആളുകൾ അതിനകത്ത് പെട്ടു എന്നുള്ള ഒറ്റ പേരിൽ അല്ലെങ്കിൽ അതിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവരുണ്ട്. അതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ മുഖവിലക്കെടുത്തില്ല. SFIയുടെ ജീവനായിരുന്നു അവിടെ ആവശ്യം. അപ്പൊ അതിൽ പറഞ്ഞ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിലെ SFIയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂരിലെ SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതില് പോവാത്ത ക്യാമ്പസുകൾ ഉണ്ടാവില്ല. തീർച്ചയായും അങ്ങനെ ഒരു അത് മാത്രമല്ല KSUമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനയുടെ വിഷയമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നെയ്യാറിലെ നിങ്ങളുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാം. അത് ആരാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന അതിനകത്ത് SFIയുടെ ഭാരവാഹികളാണെന്നേ അങ്ങനെയാണെങ്കിൽ അതിൽ പെടുന്ന അഫിലിയേറ്റ് ചെയ്യപ്പെട്ട എത്രയോ പേർ ഡോൺ ഡോയ് എന്ന് പറയുന്ന ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം ഭാരവാഹി ആ കേസിലുണ്ടെന്ന്. ഈ ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിന്റെ മുറിയിലുള്ളിൽ വെച്ച് നടന്നൊരു സംഭവം ആ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന SFIയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ നടത്തിയ കിരാതമായിട്ടുള്ള കണ്ടെത്തിയെന്ന് അത് സഞ്ജീവ് പറയുന്നത് ഇത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് തൂക്കിലെത്താനുള്ള ഒരു വിഷയമായി ഇവരത് കണ്ടു. നമുക്ക് വിശാലമായിട്ടുള്ള ജനാധിപത്യവും ഇടതുപക്ഷ കാഴ്ചപ്പാടും ഇന്നിപ്പോ നിങ്ങളിപ്പോ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ ഏറ്റവും വലിയ സമരം JNU സർവകലാശാലയിൽ, ഇന്ത്യയിലെ വിവിധ സർവകലാശാല, കേരളത്തിലും പുതിയ വിദ്യാഭ്യാസ നയത്തിന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല KSU.
ഞങ്ങൾ സമരരംഗത്തിറങ്ങി, ഇന്ത്യയിലെമ്പാടും ജാഥ നയിച്ചു, ഇന്ത്യയിലെമ്പാടും സംഘപരിവാറിനെതിരെ സമരം നയിച്ചു, ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തു, അങ്ങനെ വ്യത്യസ്ത നിലയിൽ സമരം ചെയ്തു. ആ സമരം ഞങ്ങൾ തുടരും. ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ, വലതുപക്ഷ ശക്തികൾക്കെതിരെ, ഈ വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. ഈ രണ്ട് സംഘടനകൾക്കും ആ നിലപാടില്ല. വലതുപക്ഷ ആശയങ്ങളാണ്. ഒന്ന് തീവ്ര വലതുപക്ഷമാണ്, അന്ന് മറ്റേ മുതലാളിത്ത കാഴ്ചപ്പാടിനോട് നേരത്തെ പറഞ്ഞ സ്കൂളുകൾ മുതലാളിത്ത കാഴ്ചപ്പാടൊക്കെ ഇന്നുണ്ടോ? കാലം ഈ സമൂഹത്തെ ഞങ്ങൾ അതിന് അങ്ങനെ കാണരുത്. ഈ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നം സാമൂഹിക വ്യവസ്ഥ തന്നെയാണ്. നിങ്ങൾ രാഷ്ട്രീയത്തെ പഠിക്കുമ്പോൾ നമ്മൾ കാണരുത് പ്രൊഫഷണൽ പൊളിറ്റിക്സ്, അങ്ങനെയൊന്നും ഞങ്ങൾ ഇതിനെ സമീപിക്കുന്നില്ല. ഞങ്ങൾക്ക് തത്വധിഷ്ഠമാണ്, പ്രത്യയശാസ്ത്രപരമാണ്. അതിനെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെ സംഘടനയിൽ വന്നവരാ. ഞങ്ങളുടെ വീട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തി വന്ന അങ്ങനെ പരിചയത്തില്ല. ഞങ്ങൾ ക്യാമ്പസിൽ വന്നു, പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായി അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളിൽ എല്ലാവരും. ഇപ്പൊ സമയം തീരുകയാണ്. എന്തിനാണ് ഈ ചർച്ച എന്നുള്ളത് പ്രേക്ഷകരൊന്ന് ആലോചിക്കാം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായി പറ്റും. പലപ്പോഴും നമ്മുടെ പുതിയ വിദ്യാർത്ഥി സമൂഹം, യുവാക്കൾ ആലോചിക്കും ഇത് നമ്മുടെ ഒരു വിഷയമേ അല്ല, നമ്മൾ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടണ്ട, നമ്മൾ പഠിക്കുക, ജോലി നേടുക, വിദേശ രാജ്യത്ത് പോയി ചേർക്കുക എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. മാതൃ മണ്ണിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊന്നില്ല. ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യ എന്ന ഈ വലിയ മഹാരാജ്യം എന്നോട് മൂസയൊക്കെ പാടിയതുപോലെ ഒത്തിരി വർണ്ണങ്ങൾ ഉള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ഭൂമി നിലനിൽക്കണമെങ്കിൽ പുതിയ തലമുറ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടേ പറ്റും. രാഷ്ട്രീയ പ്രവർത്തനം അനിവാര്യമാണ്. കുറവുകൾ ഉണ്ടാകാം, കുഴപ്പങ്ങൾ ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിരലുകളെല്ലാം ഒരേപോലെയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം, യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, രാഷ്ട്രീയ പാർട്ടികളുടെ സജീവമായ ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിപ്പറ്റും. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളിലൂടെ വന്നിരിക്കുന്ന ഇവർ നാളെ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾ വിദ്യാർത്ഥികളും ഇതേപോലെ വളർന്ന് നമ്മുടെ രാഷ്ട്രബോധവും രാഷ്ട്രീയവും മനസ്സിൽ ഉറച്ച് നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ, പൊതു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അതിനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന ഈ വിഷയം നേർരേഖ ചർച്ചയ്ക്കെടുത്തത്. അതുകൊണ്ട് ഒരു പൊതുബോധത്തിലേക്ക് വരാൻ ഈ ചർച്ച ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 3 വിദ്യാർത്ഥി നേതാക്കൾക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.